ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇതുപോലെ കിടക്കുന്ന എൻ്റെ ഡെസ്കിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒന്ന് ആക്കിയെടുത്താലും. അത്ര വലിയ പ്ലാനിങ്ങോട് കൂടി ഒന്നല്ല കേട്ടോ ഞാൻ ഈ ഡെസ്ക് മേക്ക് ഓവർ ചെയ്യുന്നത്. എനിക്ക് തോന്നുമ്പം ഞാൻ ഡെസ്ക് മേക്ക് ഓവർ ചെയ്യും, അതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഡെസ്ക് മേക്ക് ഓവറിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നത്. എന്നോട് ചെറിയ ടെൻഷനൊക്കെ എനിക്കുണ്ട്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ടേബിളിലുള്ള കുറേ പേപ്പറും സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അത്യാവശ്യം കുറേ മെനക്കെട്ടിട്ടാട്ടോ ഞാൻ ഇപ്പം അത് അതുപോലെ ആക്കിയെടുത്തേ. എന്താ അറിയില്ല, എപ്പം ഡെസ്ക് മേക്ക് ഓവർ പ്ലാൻ ചെയ്യാന്ന് വെച്ചാലും ഇത് വൃത്തിയാക്കുമ്പോൾ ഇതുവരെ ഞാൻ കാണാത്ത പല സാധനങ്ങളൊക്കെ എൻ്റെ ടേബിളിൻ്റെ മുകളിൽ നിന്ന് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഡെസ്കിൽ നിന്ന് പല സാധനങ്ങൾ കിട്ടുന്നു. ഇത് വൃത്തിയാക്കുമ്പോൾ അന്ന് ഉണ്ടാക്കിയ നെയിം സ്ലിപ്പ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അത്യാവശ്യം കുറേ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഈ ബോക്സിലാട്ടോ വെക്കാറുള്ളത്. പക്ഷേ ഈ ബോക്സ് വൃത്തിയാക്കുമ്പോൾ എനിക്ക് കൂടുതൽ പേപ്പറിൻ്റെ സാധനങ്ങളാണ് കിട്ടിയത്. കാരണം ക്രാഫ്റ്റ് കഴിഞ്ഞാൽ പേപ്പർ മൊത്തം ഞാൻ ഇതിക്കിടും, അതാണ്. ഇതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചപ്പോഴേക്ക് തന്നെ എൻ്റെ പെട്ടി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി നമുക്ക് വേറെ ഇങ്ങോട്ടേക്ക് മാറ്റാം. ഞാൻ ഈ കാണുന്ന പെട്ടിയിലാട്ടോ ആദ്യം തൊട്ടേ ബുക്സും പിന്നെ എക്സാം ബോർഡും ഒക്കെ വെക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ സാധാ നമ്മൾ ഉപയോഗിക്കാത്ത ബുക്സും നെയിം സ്ലിപ്പും എക്സാം ബോർഡൊക്കെ ഇതിൽ വെച്ച ശേഷം ബാക്കി സാധനങ്ങളൊക്കെ വേറെ ഏതെങ്കിലും ഒരു ഷെൽഫിൽ വെക്കാമെന്ന്. ഈ നമ്മൾ ബുക്കൊക്കെ വെക്കുന്ന ഷെൽഫൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് തൽക്കാലത്തേക്ക് ഇതിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതാണ്ട് മാറ്റി വെക്കാം. ഈ കളിനോട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്രയും ചെറിയ കളിനോട്ട് കാണുന്നത്. ഇത് വൃത്തിയാക്കണതിൻ്റെ ഇടയ്ക്കാട്ടൊക്കെ ഇത് കിട്ടിയത്. ബാക്കി സാധനങ്ങൾക്ക് ആ പെട്ടിയിൽ തിരിഞ്ഞ് ഞാൻ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ബെഡിൽ മൊത്തം സാധനങ്ങളാണ്. ഞാൻ നേരത്തെ കൊണ്ടുവച്ച സാധനങ്ങളൊക്കെ ആ ബെഡിൻ്റെ മുകളിലാട്ടോ, അതാണിപ്പോൾ ഇങ്ങനെ. ഇത് വൃത്തിയാക്കണതിൻ്റെ ഇടയ്ക്കാട്ടോ അന്ന് ഉണ്ടാക്കിയപ്പോൾ ആ ട്രാൻസ്പെറൻറ്റ് ഫ്രെയിം ഞാൻ കാണുന്നത്. ഇത് ഇത്രയും കാലം എൻ്റെ ഡെസ്കിലുണ്ടായിരുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ഉണ്ട്, അതും കൂടെ വൃത്തിയാക്കിയ ശേഷം ആ വാളിലുള്ള പേപ്പേഴ്സും ഇതൊക്കെ ഉണ്ട് ഊരിയെടുക്കാം. വാളിൽ നിങ്ങൾ എന്തെങ്കിലും ഒട്ടിക്കുകയാണെന്ന് വെച്ചാൽ ഈ മാസ്കിങ് ടേപ്പ് വെച്ചോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ചോ ഒട്ടിക്കാം. സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എന്നാൽ നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ അത് പറിച്ച് കളയുമ്പം അവിടെ വാളിൻ്റെ മുകളിൽ അടയാളങ്ങളൊന്നും വേറെ ഉണ്ടാവില്ല. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഡെസ്ക് ഞാൻ അതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ ഡെസ്ക് ഞാൻ ആദ്യമായിട്ടോ ഇതുപോലെ ഇത്രയും വൃത്തിയായിട്ട് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഷെൽഫ് ഉണ്ടാക്കണമെന്ന്. ആ ഷെൽഫ് ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടിലാട്ടോ ഇത്. അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കുക. കാരണം നമ്മുടെ മേശേൻ്റെ വലുപ്പത്തിനനുസരിച്ച് അളവ് നമ്മൾ തന്നെ എടുത്തു കൊടുക്കണം. അതുകൊണ്ട് ഞാൻ എക്സാക്റ്റ് അളവൊന്നും പറഞ്ഞു തരുന്നില്ല, നമ്മളെ ഇഷ്ടത്തിന് എടുക്കാം. ടേപ്പൊക്കെ വെച്ച് കുറേ നേരത്തെ അളവിന് ശേഷം കേട്ടോ ഞാനിപ്പോൾ ഒരു കൃത്യമായിട്ട് ഒരു അളവ് കണ്ടുപിടിച്ച്. പക്ഷെ അത് ഇത്തിരി വലുതായി പോയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഈ ഫോം ബോർഡ് ഞാൻ ഇപ്പം PM ബുക്ക് സ്റ്റാളിൽ നിന്നാട്ടോ വാങ്ങിയതിന് ഏകദേശം 250 രൂപയൊക്കെ ആയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ ഈ സാധനം. പിന്നെ ഇത് അളക്കാനായിട്ട് ഞാൻ വേറെ വലിയ സ്കെയിലൊക്കെ വാങ്ങി. കാരണം എൻ്റെ വലിയ സ്കെയിലൊക്കെ എവിടെയോ ആണ്. അപ്പം ഞാൻ അത് തരാനൊന്നും സമയമില്ല, അതിനോട്ട് ഞാൻ വേറെ സ്കെയിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി ബുക്കിലുള്ള പോലെ നമുക്കിതിൽ അടയാളപ്പെടുത്തി ഇതൊന്ന് വെട്ടിയെടുക്കണം. നിങ്ങൾ ചെറിയ കുട്ടികളാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ പാരൻസിൻ്റെ സഹായത്തോടെ ചെയ്യാൻ നോക്കാം കേട്ടോ. കാരണം നമ്മളൊക്കെ എന്തെങ്കിലും അളവെടുക്കുമ്പോൾ ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ വന്ന് ഇത് ഒട്ടിക്കുമ്പം ഒക്കെപ്പാടെ കുളമായി പോകും. ഞാനിങ്ങനെ പറയാൻ കാരണം അനുഭവം ഗുരു എന്നാണ്. കാരണം ഞാനൊരു ഇതിൻ്റെ സൈഡ് ഭാഗം വെട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ഇതിൻ്റെ അളവിൻ്റെ വ്യത്യാസത്തിന് അത് വേഗം ഇളകി കളിക്കുകയാണ്. ഇങ്ങനെ കാറ്റത്ത് ആടി കളിക്കില്ല, അതുപോലെ ആടി കളിക്കുകയായിരുന്നു. പിന്നെ ഞാൻ മാറ്റി ഒട്ടിച്ച് വേറെ പിന്നെയും വെട്ടി കുറേ പോകുമ്പോൾ അതിൽ പോയി. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പാരൻസിൻ്റെ സഹായത്തോടെ ചെയ്യാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇതിൻ്റെ വീതി ഞാൻ ഇപ്പോൾ 15 സെൻറ്റിമീറ്റർ ആട്ടോ എടുത്തേ. നിങ്ങളൊരു 11 സെൻറ്റിമീറ്റർ ഒക്കെ എടുത്താൽ മതി. കാരണം ഞാൻ ബുക്ക് വെക്കുന്നതിനോണ്ട് അത്യാവശ്യം ഒരു വീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ പേപ്പർ കട്ടർ വെച്ച് വെട്ടിയെടുക്കാം. എൻ്റെ പേപ്പർ കട്ടർ ഇത് വെട്ടാൻ നേരത്ത് കാണാനില്ലായിരുന്നു, അതങ്ങനെയാണ്, കാണാനുണ്ടാവില്ല. പിന്നെ ഈ സാധനം ഒട്ടിക്കാനായിട്ട് ഈ ഫെവിക്വിക്ക് എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഗ്ലൂ ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ വാങ്ങിയത്. ഇത് ഒട്ടിക്കാനായിട്ട് എന്തായാലും നിങ്ങൾ ഈ ഗ്ലൂ തന്നെ വാങ്ങാൻ നോക്കുക. കാരണം അത്ര അടിപൊളിയാണ്. നമ്മൾ വെറുതെ ഒന്ന് വെച്ച് നോക്കല്ലോ ലെവലാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്
നമ്മളൊന്ന് വെറുതെ വെച്ച് നോക്കല്ലോ പശ വെച്ചിട്ട്, അങ്ങനെ വെച്ചാൽ തന്നെ ഇത് ഒട്ടിപ്പോവും. ഈ ഫോം ബോർഡിൽ നമ്മളിത് ഇതാക്കുമ്പം ഈ ഗ്ലൂ ഒട്ടിക്കുമ്പോൾ പുകയൊക്കെ വരും കേട്ടോ. കാരണം അത് ഇത്തിരി എന്താ പറയുക ഉരുകിയിട്ട് മറ്റേ ബോർഡ് ഒന്ന് വെക്കുമ്പോഴേക്കിത് ഒട്ടിപ്പോവും. അതാണ് ഇതിൻ്റെ സീക്രട്ട് എന്നൊക്കെ തോന്നുന്നത്. കണ്ടോ, ഞാൻ വെച്ചപ്പം തന്നെ ഇത് ഒട്ടിപ്പോയി. അത്രയും സൂപ്പറാണ്. കണ്ടോ, അനങ്ങണ പോലും ഇല്ല. പക്ഷെ എൻ്റെ ഇത്തിരി ആടി കളിക്കണ്ടേ, ഇനി സൈഡ് ബാഗ് ഇട്ടാണ് ഇതാ, അനങ്ങണ പോലും ഇല്ല. കണ്ടോ, അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഗ്ലൂ വെച്ച് ഒട്ടിക്കാൻ വെച്ചാൽ എത്ര വെയിറ്റുള്ള സാധനം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വെക്കാം കേട്ടോ. ഞാൻ എൻ്റെ സ്കൂളിൽ കൊണ്ടുപോകുന്ന എല്ലാ ബുക്സും ഇതിൽ വെച്ച് നോക്കി. ഈ ഫോം ബോർഡ് അനങ്ങണ പോലും ഇല്ല, അത്രയും സ്റ്റേഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സൂപ്പർ ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിക്കാൻ വെച്ചാൽ സാധാ സൂപ്പർ ഗ്ലൂ ഉണ്ടല്ലോ നമ്മൾ 10-നൊക്കെ വാങ്ങുന്നത്, അത് വെച്ച് ഒട്ടിക്കാൻ വെച്ചാൽ എന്തായാലും പൊട്ടിപ്പോവും. കാരണം ഒരു തവണ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ്. അപ്പോൾ അത് വെച്ച് ഒട്ടിച്ച് ഞാൻ എന്തോ ഒരു സാധനം ഗ്ലാസിൻ്റെ ടീൻ്റെ മുകളിൽ വെച്ച് അത് കുറച്ച് നേരം കഴിയുമ്പോഴേ വെച്ചിട്ടുണ്ട് പൊട്ടി വീണ്. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞു, എന്തായാലും ഈ ഗ്ലൂ തന്നെ വാങ്ങാൻ നോക്കാം. കുറേ നേരത്തെ വെട്ടലും ഒട്ടിക്കലിനൊക്കെ ശേഷം ഇതുപോലെ നായി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഭാഗം കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഷെൽഫ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ എന്തെങ്കിലും മാസ്ക് എന്തെങ്കിലും വെക്കുക. കാരണം ചെറിയ കുട്ടികളാണെന്ന് വെച്ചാൽ ആ മണക്ക് മൂക്കിക്ക് അടിച്ചു കയറണം നല്ലതല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ തന്നെ ഇതിപ്പോൾ ഉണ്ടാക്കുമ്പം മാസ്ക് ഇട്ടിട്ടോ ചെയ്യുന്ന. ഗ്ലൗസും വേണമെങ്കിൽ ഇടാം, കാരണം ഇത്തിരി കയ്യിലായ ഇതൊന്ന് പോവാൻ കുറച്ച് പണിയാണ്. ഈ ഗ്ലൂ ഞാൻ വിചാരിച്ച് അത്ര ഉറപ്പൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് കേട്ടോ. പക്ഷെ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ആ മറ്റേ ഭാഗം ഒന്ന് ലെവലായി കൃത്യമായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ആ സൈഡിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചേ. ഇനി ഞാൻ ദാ ഇത്രയൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പീസും കൂടെ അതിൽ ഒട്ടിക്കാനുണ്ട്. നമ്മളെ ഡെസ്കിന് വേണ്ട അളവിന് നമ്മളെടുത്തിട്ട് നമുക്ക് ഇഷ്ടത്തിന് ഉണ്ടാക്കുക കേട്ടോ, കുറച്ചുകൂടെ നല്ലത്. പിൻട്രസ്റ്റിലൊക്കെ ഉണ്ട് ഇതിൻ്റെ എങ്ങനെയാണ് അളവ് എന്നൊക്കെ. അപ്പം നമ്മൾ ആ അളവ് വെച്ചുണ്ടാക്കുക വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഇതിൽ നമുക്ക് കിട്ടൂല. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ അളവിന് ഉണ്ടാക്കുകയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ഇതാ കണ്ടതൊന്ന് വെച്ചപ്പോഴേക്ക് വേഗം ഒട്ടിപ്പോയി. എൻ്റെ ഗ്ലൂ ഇത്തിരി താഴേക്ക് കൊലിച്ചിറങ്ങിയിട്ടുണ്ട്. സാരിലിതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഇത്തിരി അവിടെ ഇവിടെ ചെരിവുണ്ട്. അത് ഞാൻ പിന്നെ ഇനി ലാസ്റ്റ് അറ്റം ഒട്ടിച്ച് ലെവലാക്കാന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഈ സ്റ്റാൻഡ് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൂഡ് സ്വിങ്സിനനുസരിച്ച് ഇതുപോലെ തല തിരിച്ചും വെക്കാം. 2 രീതിയിലും നമുക്കിത് വെക്കാം. ഞാൻ ആദ്യം വെച്ച പോലും പിന്നെ തല തിരിച്ചും വെക്കാം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൽ വെച്ച് നോക്കാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ സ്കൂളിൽ കൊണ്ടുപോകുന്ന കുറച്ച് ബുക്സാണേ. അഥവാ നിങ്ങളെ ഫോം ബോർഡിന് ഒരു ചാഞ്ചാട്ടം ഉണ്ടെന്ന് തോന്നിയാൽ ഇതുപോലത്തെ ഒരു റോൾ എടുത്തിട്ട് നമ്മുടെ ആ അളവിനൊന്ന് വെട്ടിയെടുത്തിട്ട് അടിഭാഗത്തൊന്ന് ഉള്ളിലേക്കാക്കി വെച്ചെടുത്താൽ മതി കേട്ടോ. ആരും കാണൂല, അതുപോലെ ക്ലിയർ ആയിട്ട് നിന്നോളും.